ഹലോ, എല്ലാവർക്കും PSC ബുക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ബെഡ്റൂമും ഞാൻ പഠിക്കുന്ന ടേബിളും ഒക്കെയാണ് കേട്ടോ. ചെറിയൊരു ബെഡ്റൂമാണ്. പഴയ വീടാണ്, റിനോവേഷൻ ചെയ്തൊക്കെ എടുത്തതാണ്. ഹസ്ബൻഡിൻ്റെ വീടാണ്. എൻ്റെ വീട് അങ്ങ് തിരുവനന്തപുരത്താണ്. ഞാൻ ഉപയോഗിക്കുന്ന ടേബിളാണിത്. ഇതാണ് ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന ടേബിളിൻ്റെ മണ്ടയിലൊക്കെ ഞാൻ ഓരോന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഓർമ്മയില്ല. ഞങ്ങൾ അലമാര്, അത് പിന്നെ പ്രൈവറ്റ് സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ചെറിയ റൂമാണ് കേട്ടോ, വളരെ ചെറിയ റൂമാണ്. അപ്പം ഒരു കട്ടിലും ഇതുപോലെ ഒരു മേശയൊക്കെ ഇടാൻ പറ്റുന്നൊരു ചെറിയൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഇവിടെ ഇരുന്നാണ് ഞാൻ പഠിക്കാറുള്ളത്. ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ഇത് പുറമേ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ, ചെറിയ റൂമാണ്. ആ ടേബിളിൽ ഇരുന്നാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പുസ്തകങ്ങൾ. അപ്പോൾ ഞാൻ SCERTയുടെ എല്ലാ പുസ്തകങ്ങളും പള്ളിക്കൂടം എന്ന് പറയുന്ന ഭാഗം വാങ്ങിയിട്ടുണ്ട്. അതും പിന്നെ ഡിഗ്രി ലെവൽ ഒരു ടാലൻറ്റിൻ്റെ ഒരു ബുക്കുമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് പണ്ട് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഡി ക്ലർക്കിൻ്റെ ഒരു പുസ്തകം വാങ്ങിയതാണ്. ഇത് എനിക്ക് ക്രേവിങ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് വെച്ചൊക്കെയാണ്. ഞാൻ 3 മാസം പ്രഗ്നൻ്റാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ ഇവരെ പഠിച്ചു വെച്ച ഭാഗം. ഞാനിതുപോലെ മടക്കി വെക്കും. ബാക്കി ഇന്ന് പഠിക്കും. ഞാൻ ഇന്നൊരു ഒരു ടോപ്പിക്കിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ പഠിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ പഠിക്കുന്ന വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ട് ഈ വർഷങ്ങളൊക്കെ ഒറ്റയടിക്ക് പഠിച്ചു പോകാൻ എനിക്ക് പാടാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അപ്പുറത്ത് ഈ വർഷങ്ങളൊന്നും ഞാൻ അങ്ങനെ പഠിക്കാതെ ഇതിൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന മാത്രം ഞാൻ ഫസ്റ്റ് പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം കൊടുത്തേക്കുന്ന പഠിക്കും. എന്നിട്ട് ഞാനിപ്പോൾ നോക്കും, ഇപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അന്ന് ഞാൻ പെരിയാർ വന്യജീവി സങ്കേതം മാത്രമേ ആ ടോപ്പിക്കിൽ നിന്ന് പഠിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സങ്കേതമാണ്. കടുവ വന്യജീവി സങ്കേതമാണ്. ഇന്ത്യയിലെ 10ാമത്തേതാണ്. അതൊക്കെ ഞാൻ ഇതിൽ നിന്ന് പഠിച്ചതാണ് കേട്ടോ. യുനെസ്കോയുടെ പശ്ചിമഘട്ടത്തിലെ ഒരു ഭാഗമാണ് വന്യജീവി സങ്കേതം. വന്യജീവി സങ്കേതം ആദ്യം അറിയപ്പെടുന്ന നെല്ലിക്കാമ്പെട്ടി എന്നൊക്കെ ആയിരുന്നു. 34ലാണ് നെല്ലിക്കാമ്പെട്ടി സാങ്ച്വറി ഉദ്ഘാടനം ചെയ്തത് ശ്രീ ചിത്തിര തിരുനാളാണെന്നും നെല്ലിക്കാമ്പെട്ടി സാങ്ച്വറിയുടെ ആദ്യത്തെ വാർഡൻ റോബിൻസൺ ആണെന്നും പിന്നെ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതമാണെന്നും പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേടാണെന്നും ഒക്കെ ഞാൻ ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് മാത്രമേ പഠിക്കുകയുള്ളൂ. പിന്നെ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാറാണെന്നും അപ്പം അടുത്ത് ഇടുക്കി വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തെ പ്രഖ്യാപിച്ച 1950. പിന്നെ ഇതൊക്കെ ഞാൻ കാണാതെ പറയാം കേട്ടോ, ഞാൻ പഠിച്ചത് ഇപ്പം തന്നെ. അടുത്ത് ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് 1978ലാണ്. പിന്നെ ദേശീയോദ്യാനമായിട്ട് കോർ ഏരിയ പ്രഖ്യാപിച്ചത് 1982ലാണ്. പ്രൊജക്റ്റ് എലിഫൻറ്റിന് കീഴിൽ വന്നത് 1992ലാണ്. പിന്നെ പെരിയാർ കടുവ സങ്കേത സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ 3 ജില്ലകളാണ്. ഒന്ന് ഇടുക്കി, പിന്നെ പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളാണ് വരുന്നത്. ഓക്കെ, ഇത് ഞാനിപ്പം പഠിക്കുന്ന സമയത്ത് തന്നെ ബുക്കിൻ്റെ സൈഡിലോട്ടൊന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ നിൽക്കും. അതാണ് ഞാൻ ഈ സൈഡിലോട്ട് എഴുതുന്നത് കേട്ടോ. അപ്പോൾ 50 പ്രഖ്യാപിച്ചു. 78 കടുവ വന്യജീവി സങ്കേതം, 82 ദേശീയോദ്യാനം, 92 എന്ത് ചെയ്തു, ഇത് നമ്മളെ ആന. ഓക്കെ, അടുത്ത് പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ അതിർത്തിയിലാണ് കിടക്കുന്നതാണ് ഈ മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. അത് ഇന്നത്തെ ഒരു ഇന്ന് എഴുതിയ ഒരു പരീക്ഷയിൽ ഈ ഒരു ഭാഗം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു രേഖയിൽ 925 പറയുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് പഠിച്ചു നോക്കാം. പിന്നെ 2018 ഉണ്ടായൊരു സംഭവമാണ്. നമ്മുടെ ടൈഗർ റിസർവ് മികച്ച ടൈഗർ റിസർവായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പെരിയാർ ടൈഗർ റിസർവും പിന്നെ വേറൊരെണ്ണം പെഞ്ച് ടൈഗർ റിസർവാണ് കേട്ടോ. ഒന്ന് പെഞ്ച് ടൈഗർ റിസർവ്. പിന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നല്ല കടുവകളെ സംരക്ഷിക്കുന്നതെന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനം എനിക്ക് മറന്നു പോകില്ല. കാരണം ഞാൻ ഈ ഒരു ടോപ്പിക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വേറെ ടോപ്പിക്ക് പഠിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇതിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇതും പഠിക്കില്ല, ബാക്കിയുള്ള ഒരു ടോപ്പിക്കും പഠിക്കില്ല. അടുത്ത് പഠിക്കുന്നത് കേരള ഭൂമിശാസ്ത്രത്തിൽ കണ്ടോ, ഞാൻ പഠിക്കേണ്ട ഭാഗം ഞാൻ ഇതുപോലെ മടക്കി വെക്കും. അപ്പോൾ ഇതാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇന്നൊരു പേജ് പഠിച്ചു വെക്കണം. ഇതിൽ വരുന്നത് കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നെല്ലാണ് വരുന്നത്. അപ്പം നമ്മൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നെല്ലാണ് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത് ഭക്ഷ്യയിനം നെല്ലാണെന്നറിയാം. 7.6% ഒക്കെയാണെന്നറിയാം. പിന്നെ കേരളത്തിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണെന്നും കേരളത്തിലെ മുഖ്യ ആഹാരം അരിയാണെന്നും ഒക്കെ അറിയാം. കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷിയാണെന്ന് പറയുന്നത് മുണ്ടകൻ കൃഷിയാണെന്നും
എക്കൽ മണ്ണാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. നമ്മൾ അടിക്കാം. അടുത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല എന്ന് വെച്ചാൽ അത് പാലക്കാടാണെന്നും നെൽക്കിണ്ണോ എന്നറിയപ്പെടുന്ന പാലക്കാടാണ് കേരളത്തിൻ്റെ കേട്ടോ. കേരള കാർഷിക ദിനം ചിങ്ങം 1 ദേശീയ കാർഷിക ദിനം ഡിസംബർ 23 നമ്മുടെ ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമാണെന്നൊക്കെ ഞാൻ ഇപ്പം ഈ ഒരു നിമിഷം കൊണ്ട് പഠിച്ചെടുത്തതാണ്. പമ്പയുടെ ദാനം കുട്ടനാടാണ്. കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നതും കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നതൊക്കെ കുട്ടനാടാണ്. അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ നമ്മളിന്ന് പഠിക്കുക എന്ന് പറയുമ്പം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കുക. കേരളത്തിൻ്റെ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്യുന്ന നെല്ലിനാണ് ഏഴോ എന്നറിയപ്പെടുന്നത്. ഏഴം. പിന്നെ അന്നപൂർണ്ണ, രോഹിണി, ത്രിവേണി, ജ്യോതി, സ്വർണ്ണപ്രഭ, കൈരളി, കാർത്തിക, അരുണ, രേവതി, ഓണം, വർഷ, ചിങ്ങം, ജയ, ശബരി, പവിഴം, വൈറ്റില വണ്ണ്, നീള, വൈറ്റില 2, കൊട്ടാരക്കര വണ്ണ്, വെള്ള, പൊന്നി എന്നിവയൊക്കെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന നെല്ലിനങ്ങളാണ്. ഈ പേര് മൊത്തം പഠിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പിന്നെ ഗന്ധകശാല, ജീരകശാല, പൂവിൻ പൂത്താല, പിന്നെ വൈറ്റമിൻ എ സമ്പുഷ്ടമായതാണ് നമ്മുടെ സുവർണ എന്ന് പറയുന്ന നെല്ലിനം. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ് കവിങ്ങിൻ പൂത്താല. പ്രമേഹ രോഗികൾക്കാണ് കവിങ്ങിൻ പൂത്താല ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വൈഗ പ്രളയാനന്തര കേരളത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നൊരു മേളയാണ്. പിന്നെ പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കാർഷിക പുനരുജ്ജീവനി. 27ാം സംസ്ഥാന വിത്ത് ഉൽപ്പാദന സമിതി മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചത് തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായ നെല്ലിനമാണ് KU മനുരത്ന. ഇത് പണ്ടൊരു പ്രിലിമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. KU മനുരത്ന കേരള കൃഷി വകുപ്പിൻ്റെ നോഡൽ ഏജൻസിയെ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സഞ്ജയ് യോജന എന്ന് പറയുന്നത്. അതും ഞാനിപ്പോൾ പഠിച്ചെടുത്തതാണ്. പിന്നെ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാന കൃഷി രീതികളാണ്. ഇതിൽ ആദ്യത്തെ ഒറ്റയൊരെണ്ണം പഠിച്ചാൽ നമുക്ക് ബാക്കിയുള്ള കിട്ടും. ആദ്യത്തെ എന്ന് പറയുന്നത് ശരത്കാല കൃഷിയാണ്. അതൊരു വിരിപ്പെന്ന് പറയുന്നത് ശരത്ത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഭയങ്കര ചൂടായിരിക്കും. വിരിപ്പ് നിലത്ത് വിരിച്ച് കിടന്നുറങ്ങുമെന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ശരത്കാല കൃഷിയാണ്. ശരത്കാല കൃഷി എന്ന് പറയുന്നതാണ് വിരിപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിലത്ത് വിരിച്ച് കിടന്ന് ഉറങ്ങും. അത് വിളവെടുക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ്.